നമസ്കാരം, എല്ലാവർക്കും ടേക്ക് എ ക്വിസിലേക്ക് വീണ്ടും സ്വാഗതം. PSC എക്സാമിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് PSC കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് നവംബർ മാസത്തിൽ PSC ബുള്ളറ്റിനാണിത്. അതിൽ എന്തൊക്കെ സമകാലിക വിവരങ്ങളാണ് ഈ പേജിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് 10th പ്രിലിംസിന് ചോദിക്കാൻ നവംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഈ വർഷത്തെ സാമ്പത്തിക നൊബേൽ സമ്മാന ജേതാക്കൾ ആരെല്ലാം? ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർ ഈ വർഷത്തെ സാമ്പത്തിക നൊബേൽ സമ്മാനം പങ്കിട്ടു. അപ്പോൾ സാമ്പത്തിക നൊബേൽ ലഭിച്ചത് ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നീ 3 വ്യക്തികളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ നൊബേൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അത് കാണാം. നൊബേൽ പ്രൈസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ എക്സാമിന് ഉണ്ടായിരിക്കും. അടുത്തത്, ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്ട്സിനെ ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. അപ്പോൾ ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടിയായ ജൂലിയ റോബർട്ട്സ് അവരെ ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. അപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ സർവകലാശാലയാണ് കേരള സർവകലാശാല. PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില താപ്പറിന്. PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില താപ്പറിന്. അടുത്തത്, മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രൻ അർഹനായി. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയായ ഈ മോചൻ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നു. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറയുന്നത് നമുക്ക് ഒന്നും കൂടി നോക്കാം. ഇതുവരെ പറഞ്ഞത്, ഈ വർഷത്തെ സാമ്പത്തിക നൊബേൽ സമ്മാന ജേതാക്കളാണ് ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർ. അപ്പോൾ റോബിൻസണും ജോൺസണും ഡാരൻ അസമോഗ്ലുവും ആണ് ഈ വർഷത്തെ സാമ്പത്തിക നൊബേൽ സമ്മാനം നേടിയ വ്യക്തികൾ. പിന്നെ ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്ട്സിനാണ് ഈ വർഷത്തെ ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരം. അടുത്തത്, ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഈ പഞ്ചായത്തുകൾ കേരളത്തിൻ്റെ ഡീറ്റെയിൽസ് ആകുമ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ എന്ന പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ കേരള സർവകലാശാല ഇടം പിടിച്ചു. അപ്പോൾ കേരള സർവകലാശാലയ്ക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാല എന്നൊരു പദവി ലഭിച്ചിട്ടുണ്ട്. PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില താപ്പറിന്. ഈ വർഷത്തെ PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില താപ്പറിനാണ് ലഭിച്ചത്. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രൻ അർഹനായി. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിനാണ് ലോക്സഭാ അംഗമായ NK പ്രേമചന്ദ്രൻ അർഹനായത്. അടുത്തത്, കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയായ ഈ മോചൻ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നു. അപ്പോൾ കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതിയുടെ പേരാണ് ഈ മോചൻ. കേരള സർക്കാർ പദ്ധതിയാണിത്. അപ്പോൾ ഈ മോചൻ ക്ലിനിക്കുകളാണ് കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതി ഈ മോചൻ ക്ലിനിക്കുകൾ. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രനെ തിരഞ്ഞെടുത്തു. കേളപ്പജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രനെ തിരഞ്ഞെടുത്തു. അടുത്തത്, ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കി ഡാന ചുഴലിക്കാറ്റ്. ഹരിയാന മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി അധികാരമേറ്റു. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അപ്പോൾ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കിയ ഡാന ചുഴലിക്കാറ്റ്. ഡാന ചുഴലിക്കാറ്റാണ് ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ്. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് നയാബ് സിംഗ് സൈനിയാണ്. പിന്നെ കാശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒമർ അബ്ദുള്ള. അപ്പോൾ ഒമർ അബ്ദുള്ള, നയാബ് സിംഗ് സൈനി എന്നിവരാണ് പുതുതായി ചുമതലയേറ്റത്. നയാബ് സിംഗ് സൈനി ഹരിയാനയുടെ. അപ്പം ഹരിയാനയുടെ ലാസ്റ്റും നായുണ്ട്, സൈനിയുടെ ലാസ്റ്റും നായുണ്ട്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹരിയാന നയാബ് സിംഗ് സൈനി, ഹരിയാന നയാബ് സിംഗ് സൈനി. പിന്നെ ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ള.
സുപ്രീം കോടതിയുടെ 51-ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നവംബർ 11-ന് ചുമതലയേറ്റു. സുപ്രീം കോടതിയുടെ 51-ാമത്തെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. നവംബർ 11-നാണ് അദ്ദേഹം ചുമതലയേറ്റത്. 51-ാമത് ചീഫ് ജസ്റ്റിസാണ്. വിജയ കിഷോർ ഹെത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായി. ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ടുവന്നതാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഇതിന് പ്രതീക്ഷിക്കാം. അപ്പോൾ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ മാറിയിട്ടുണ്ട്. എന്താണ് പേര്? വിജയ കിഷോർ ഹെത്കറാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത്. ഐഷാന്ത് അസീമിയെ ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതിയായി നിയമിച്ചു. ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതിയായി ഐഷാന്ത് അസീമയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പരമേശ് ശിവമണി തീരരക്ഷാ സേനാ മേധാവിയായി ചുമതലയേറ്റത് പരമേശ് ശിവമണിയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന. പിന്നെ ഹരിയാന മുഖ്യമന്ത്രിയായിട്ട് നയാബ് സിംഗ് സൈനിയാണ് അധികാരമേറ്റത്. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്തു. സുപ്രീം കോടതിയുടെ 51-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നവംബർ 11-ന് ചുമതലയേറ്റു. വിജയ കിഷോർ ഹെത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായി. ഐഷാന്ത് അസീമ ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതിയായി ചുമതലയേറ്റു. പരമേശ് ശിവമണി തീരരക്ഷാ സേനാ മേധാവിയായി ചുമതലയേറ്റു. അടുത്തത് വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റായി ലുവോങ് കുവോങ്ങിനെ ദേശീയ അസംബ്ലി തെരഞ്ഞെടുത്തു. അപ്പോൾ വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് ലുവോങ് കുവോങ് ആണ്. വികസ്വര രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ 16-ാം ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ തുടങ്ങി. അപ്പോൾ ബ്രിക്സിൻ്റെ 16-ാം ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ബ്രിക്സിൻ്റെ 2024 ഉച്ചകോടി നടക്കുന്നത് റഷ്യയിലാണ്. ഇത് വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായിട്ട് പ്രഖ്യാപിച്ചു. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന് സമ്മാനിച്ചു. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM ആനന്ദകുമാറിന് സമ്മാനിച്ചു. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷ് പുളിമാത്തിന്റെ ദയാവധം എന്ന നോവലിനാണ്. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്ധ്യ ജയേഷ് പുളിമാത്ത് ദയാവധം എന്ന നോവലിനാണ് പുരസ്കാരം. അപ്പോൾ വിയറ്റ്നാമിന്റെ പ്രസിഡന്റായി ലുവോങ് കുവോങ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ 16-ാം ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ തുടങ്ങി. പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോറാണ് ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം. മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന് സമ്മാനിച്ചു. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷ് പുളിമാത്തിന്റെ ദയാവധം എന്ന നോവലിന് ലഭിച്ചു. അടുത്തത് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രണബ് ജ്യോത്നാഥിനെ നിയമിച്ചു. അപ്പോൾ പുതിയ കുറേ നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജീവ് ഖന്നയാണ്. 51-ാമത് ചീഫ് ജസ്റ്റിസാണ്. അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിജയ കിഷോർ ഹെത്കർ ആണ്. അതുപോലെ ഹരിയാനയുടെ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റത് നയാബ് സിംഗ് സൈനി. ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റത് ഒമർ അബ്ദുള്ളയാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രണബ് ജ്യോത്നാഥിനെ നിയമിച്ചു. പ്രണബ് ജ്യോത്നാഥാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത്. ഈ സ്പോർട്സിൻ്റെയാണ്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലാൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലാൻഡ് കപ്പ് ഉയർത്തിയത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് നേരത്തെ 9000 തികച്ച ഇന്ത്യക്കാർ. സാഫ് അണ്ടർ-17 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയെന്ന റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി സ്വന്തമാക്കി.
അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. പിന്നെ വിരാട് കോഹ്ലിക്ക് 9,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലിയെ തെരഞ്ഞെടുത്തു. സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രേ ഇനിയെസ്റ്റ വിരമിച്ചു. 2026 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച സിംബാബ്വെ. ഗാസിയയ്ക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡിട്ടത്. അപ്പോൾ ക്രിക്കറ്റിനെ പറ്റി ഒന്നുകൂടി നോക്കാം. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലാൻഡിനാണ് ലഭിച്ചത്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലാൻഡ് കപ്പ് ഉയർത്തിയത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. സച്ചിൻ തെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് നേരത്തെ 9,000 തികച്ച ഇന്ത്യക്കാർ. സാഫ് അണ്ടർ-17 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിന്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി സ്വന്തമാക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രേ ഇനിയെസ്റ്റ വിരമിച്ചു. 2026 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച സിംബാബ്വെ. ഗാസിയയ്ക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡിട്ടത്. അടുത്തത്, പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനായ ജൂതനാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തും. അപ്പോൾ കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന ഷുചിൻഷാൻ അറ്റ്ലസ് EBAR 2023 എന്ന വാൽ നക്ഷത്രം കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായി. അപ്പോൾ 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന ഷുചിൻഷാൻ അറ്റ്ലസ് എന്ന വാൽ നക്ഷത്രത്തിന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിന്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിന്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. പല രാജ്യങ്ങളും കണ്ടുപിടിച്ച് ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനായ ജൂതനാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തി. 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന ഷുചിൻഷാൻ അറ്റ്ലസ് എന്ന വാൽ നക്ഷത്രം കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിന്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. സാഹിത്യ വിമർശനും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റ്നോ എന്ന വിഖ്യാത നോവലിന്റെ സൃഷ്ടാവ് അന്റോണിയോ സ്കാർമെത്ത അന്തരിച്ചു. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. അമേരിക്കൻ ഗായകൻ ജാക്ക് ജോൺസ് അന്തരിച്ചു. അപ്പോൾ സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായി ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റ്നോ എന്ന വിഖ്യാത നോവലിന്റെ സൃഷ്ടാവ് അന്റോണിയോ സ്കാർമെത്ത അന്തരിച്ചു. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. അമേരിക്കൻ ഗായകൻ ജാക്ക് ജോൺസ് അന്തരിച്ചു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ നിയമനങ്ങളാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് സഞ്ജീവ് ഖന്നയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായത് വിജയ കിഷോർ ഹേദ്കർ ആണ്. കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസറായിട്ട് നിയമിതയായ പ്രണബ് ജ്യോത്നാഥ് ആണ്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റത് നയാബ് സിംഗ് സൈനിയാണ്. ജമ്മു കാശ്മീരിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റത് ഒമർ അബ്ദുള്ളയാണ്. ഇത് നവംബർ 1-ാം ലക്കം PSC ബുള്ളറ്റിനാണ്. നമുക്കിനി 2-ാം ലക്കം PSC ബുള്ളറ്റിനിൽ ഏതൊക്കെ കറണ്ട് അഫയേഴ്സാണ് പറയുന്നത് നോക്കാം. നവംബറിലെ 2-ാം ലക്കം PSC ബുള്ളറ്റിനാണ്. ഇതിൽ ഏതൊക്കെ സമകാലിക വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷന് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനാണ് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം ലഭിച്ചു. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായി എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിന്റെ തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായി എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. അദ്ദേഹത്തിന്റെ തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മലയാളിയായ സഞ്ജു V സാംസൺ.
2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മലയാളിയായ സഞ്ജു വി സാംസൺ. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനാണ്. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനാണ്. 29ാം UN കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ തുടങ്ങി. 29ാമത് UN കാലാവസ്ഥാ ഉച്ചകോടിയാണ് അസർബൈജാനിലെ ബാക്കുവിൽ തുടങ്ങിയത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. അത്ലറ്റിക്സിൽ മലപ്പുറത്തിന് കിരീടം. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS അത്ലറ്റിക്സിലെ ചാമ്പ്യൻ സ്കൂളായി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. അത്ലറ്റിക്സിൽ മലപ്പുറത്തിനാണ് കിരീടം. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS അത്ലറ്റിക്സിലെ ചാമ്പ്യൻ സ്കൂളായി. ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുവിന്. ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുവിനാണ് ലഭിച്ചത്. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ ഡോക്ടർ MG ശശിഭൂഷണ്. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ ഡോക്ടർ MG ശശിഭൂഷണാണ് ലഭിച്ചത്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ട്രിപ്പിൾ ജമ്പ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ അർഹനായി. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ട്രിപ്പിൾ ജമ്പ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ അർഹനായി. സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ടേംഗ്രി പുരസ്കാരം മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയാസ് ക്ലീമിസിനും ലഭിച്ചു. സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ടേംഗ്രി പുരസ്കാരം മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയാസ് ക്ലീമിസിനുമാണ് ലഭിച്ചത്. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തെരഞ്ഞെടുത്തു. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തെരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. തായ്ലൻഡ് വിദേശകാര്യമന്ത്രി മാരിസ് നങ്ക്യോ പോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. തായ്ലൻഡിന്റെ വിദേശകാര്യമന്ത്രി മാരിസ് സംഗ്യോ പോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. തിരുവനന്തപുരം കോർപ്പറേഷന് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം ലഭിച്ചു. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ് ലഭിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിന്റെ തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മലയാളിയായ സഞ്ജു വി സാംസൺ. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനാണ്. 29ാം UN കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ തുടങ്ങി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. അത്ലറ്റിക്സിൽ മലപ്പുറത്തിന് കിരീടം. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS അത്ലറ്റിക്സിലെ ചാമ്പ്യൻ സ്കൂളായി. ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുവിനാണ്. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ ഡോക്ടർ MG ശശിഭൂഷണാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ട്രിപ്പിൾ ജമ്പ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ അർഹനായി. സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ടേംഗ്രി പുരസ്കാരം മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയാസ് ക്ലീമിസിനും ലഭിച്ചു. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തെരഞ്ഞെടുത്തു. തായ്ലൻഡ് വിദേശകാര്യമന്ത്രി മാരിസ് സംഗ്യ പോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. അടുത്തത് അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 78 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡന്റാകുന്ന പ്രായം കൂടിയ ആളാണ്. 130 വർഷത്തിനു ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസ് ആണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും ചുമതലയേൽക്കാൻ പോകുകയാണ്. 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. 78 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡന്റാകുന്ന പ്രായം കൂടിയ ആളാണ്. 130 വർഷത്തിന് ശേഷമാണ് തുടർച്ചയായി അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയായിട്ട് ട്രംപ് മാറുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസ് ആണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ്. സൗരയൂഥത്തിനു പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. TOI 5651b എന്നാണ് ഈ ഗ്രഹത്തിന്റെ പേര്. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിന്റെ പേര്. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന
ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ച് കേരള ഡിജിറ്റൽ സർവകലാശാല. ബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ച് കേരള ഡിജിറ്റൽ സർവകലാശാല. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഈറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഈറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാക്സ് ഇഞ്ചക്ഷൻ്റെ അതായത് പ്ലാസ്മയുടെ പുറന്തള്ളൽ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ്. സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ്റെ അതായത് പ്ലാസ്മയുടെ പുറന്തള്ളൽ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ്. പ്രതിരോധ സെക്രട്ടറിയായി രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. പൊതുനന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിനെ ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി. പ്രതിരോധ സെക്രട്ടറിയായിട്ട് രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. പൊതുനന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിനെ ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി. കേരള പ്രഭ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISRO ചെയർമാൻ S സോമനാഥിനാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കേരള പ്രഭ പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തിയാണ്. ജൈവ കർഷക ഭുവനേശ്വരിക്ക് കൃഷിക്കും, കലാമണ്ഡലം വിമല മേനോന് കലയ്ക്കും, ഡോക്ടർ TK ജയകുമാറിന് ആരോഗ്യത്തിനും, നാരായണ ഭട്ടതിരിക്ക് കാലിഗ്രഫിക്കും, സഞ്ജു സാംസണിന് കായികത്തിനും, ഷൈജ ബേബിക്ക് സാമൂഹ്യ സേവനത്തിനും, VK മാത്യൂസിന് വ്യവസായ വാണിജ്യത്തിനുമാണ് പുരസ്കാരം. കേരള പ്രഭ പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികളാണ് ISRO ചെയർമാൻ S സോമനാഥ്, ജൈവ കർഷക ഭുവനേശ്വരി, കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. അധ്യാപകനും എഴുത്തുകാരനുമായി MK സാനുവിന് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു. അധ്യാപകനും എഴുത്തുകാരനുമായി MK സാനുവിനാണ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ കേരള ജ്യോതി പുരസ്കാരം. അപ്പോൾ അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിന്റെ പേര്. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന പേരിട്ട ഡ്രോൺ വികസിപ്പിച്ച് കേരള ഡിജിറ്റൽ സർവകലാശാല. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഈറ പുറത്തിറക്കിയ റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷന്റെ പ്ലാസ്മയുടെ പുറന്തള്ളൽ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ്. അപ്പോൾ ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് സൂര്യനിൽ നിന്ന് പുറന്തള്ളുന്ന കൊറോണയുടെ പ്രഭവ സമയം കണക്കാക്കിയെന്നാണ് പറയുന്നത്. പ്രതിരോധ സെക്രട്ടറിയായിട്ട് രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് രാജേഷ് കുമാർ സിംഗ്. പൊതുനന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിനെ ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി. ഈ വർഷത്തെ കേരള പ്രഭ പുരസ്കാരങ്ങൾ ലഭിച്ചവർ ISRO ചെയർമാൻ S സോമനാഥ്, ജൈവ കർഷക ഭുവനേശ്വരി, കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ് എന്നിവർക്കാണ് വിവിധ രംഗങ്ങളിലായിട്ട് കേരള പ്രഭ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ കേരള ജ്യോതി പുരസ്കാരം അധ്യാപകനും എഴുത്തുകാരനുമായി MK സാനുവിനാണ്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം. അടുത്ത് നോക്കാം ബാലൻ ദോർ. 2024 ബാലൻ ദോർ പുരസ്കാരങ്ങൾ. മികച്ച പുരുഷ താരം റോഡ്രി, സ്പെയിൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ്. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി, സ്പെയിനിലെ ബാഴ്സലോണ താരമാണ്. മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി, റയൽ മാഡ്രിഡ്. മികച്ച പരിശീലക എമ്മ ഹയസ്, US വനിതാ ടീം. മികച്ച യുവതാരം ലാമിൻ യാമൽ, സ്പെയിൻ, ബാഴ്സലോണ. ടോപ്പ് സ്കോറർ കിലിയൻ എംബപ്പ, ഫ്രാൻസ്, PSG. ഹാരി കെയ്ൻ, ഇംഗ്ലണ്ട്, ബയൺ മ്യൂണിക്ക്. കിലിയൻ എംബപ്പ, ഹാരി കെയ്ൻ എന്നിവരാണ് ടോപ്പ് സ്കോറേഴ്സ്. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, അർജന്റീനൻ താരമാണ്. കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ജെനിഫർ ഫോമോസോ, സ്പെയിൻ. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്. മികച്ച വനിതാ ടീം ബാഴ്സലോണ. അപ്പോൾ
ബാലൻഡിയോർ പുരസ്കാരങ്ങൾ മികച്ച പുരുഷ താരം റോഡ്രിയാണ്. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാട്ടി. മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി. മികച്ച പരിശീലക എമ്മ ഹയസ്. മികച്ച യുവതാരം ലാമിൻ യമാൽ. ടോപ്പ് സ്കോറേഴ്സ് കിലിയൻ എംബാപ്പ, ഹാരി കെയ്ൻ എന്നിവരാണ്. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. കാരുണ്യ പ്രവർത്തനത്തിലുള്ള പുരസ്കാരം ജെനിഫർ ഫോമോസോ. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്. മികച്ച വനിതാ ടീം ബാഴ്സലോണ. ഇനി മരിച്ച വ്യക്തികളാണ്. സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KS പുട്ടസ്വാമി അന്തരിച്ചു. അപ്പോൾ സ്വകാര്യത മൗലിക അവകാശമാക്കാൻ വേണ്ടി പോരാടിയ വ്യക്തിയാണ് കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KS പുട്ടസ്വാമി. US പോപ്പ് സംഗീത ലോകത്തെ 7 പതിറ്റാണ്ടിലേറെ നിറഞ്ഞിരുന്ന ക്വിൻസി ജോൺസ് അന്തരിച്ചു. 28 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് രാം നാരായൺ അന്തരിച്ചു. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുഴ കുമാരൻ അന്തരിച്ചു. പ്രമുഖ സിനിമാ നാടക നടൻ ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ പ്രവർത്തകൻ MP സദാശിവൻ അന്തരിച്ചു. പ്രശസ്ത തമിഴ്, ഹിന്ദി, തെലുഗു സിനിമാ നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു. മലയാളത്തിൽ 10 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT പത്മ അന്തരിച്ചു. ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ കിക്കി ഹാക്കൻസൺ അന്തരിച്ചു. ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തിയാണ് കിക്കി ഹാക്കൻസൺ. അവർ അന്തരിച്ചു. അപ്പോൾ ഇത്രയാണ് കറണ്ട് അഫയേഴ്സാണ് നവംബർ മാസത്തിൽ PSC ബുള്ളറ്റിനിൽ പറയുന്നത്. ഇന്ന് ഏതെങ്കിലുമൊക്കെ ചോദ്യം നമുക്ക് 10th പ്രിലിംസിന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ PSC ബുള്ളറ്റിൻ്റെ PDF ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.